നോമ്പ് സ്പെഷ്യൽ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നമ്മളെടുക്കുന്ന അരിയുടെ ഇതൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. വെള്ളം നമുക്ക് ഇനിയും ചൂടുവെള്ളം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ അത്ര വറീഡ് ആവണ്ട. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഉലുവ, കുറച്ച് ഉലുവ ഇതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജീരകക്കഞ്ഞിയല്ലേ, അപ്പോൾ കുറച്ച് ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം നമ്മൾ അതിലേക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതാണ് ആശാളി. ആശാളി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് എള്ളിനെക്കാട്ടും കുറച്ച് ചെറുത് റെഡ് കളറായിട്ട് ഇരിക്കും. ഇതൊക്കെ ഇവിടെ ലുലുലൊക്കെ ആശാളി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അതെ കണ്ട, ഇതുപോലെ ഇരിക്കും ഈ ഒരു ഇത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കഷ്ണം കറുകപ്പട്ട. പിന്നെ നമ്മൾ എൻ്റെ അടുത്തുള്ളത് ഉണക്ക കറുക ഇലയാണ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നാട്ടിൽ സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറയില്ലേ, ഓൾ സ്പൈസസ് ലീഫ്, അതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ഇതിൽ പച്ചമല്ലി ക്രഷ് ചെയ്തിടും, ചിലർ പച്ചമല്ലി പൊടിച്ചിടും. ഞാനിപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് പച്ചമല്ലി അതിൽ ചേർത്ത് അരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടി നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. ഇപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് എല്ലാം നമ്മുടെ ബോഡിക്ക് വളരെ ഇതായിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ഈ ഒരു കഞ്ഞിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ തണുപ്പിക്കും. ഇത് ശരിക്കും ബോഡീനെ കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഞ്ഞി നമ്മൾ കുടിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ശരിക്കും ഈ ഒരു ജീരകക്കഞ്ഞിയുടെ ഇതൊക്കെ കുറവായിട്ട് വന്നത്. മുമ്പ് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ തൃശ്ശൂർ ഭാഗത്ത് ചെട്ടിങ്ങാടി പള്ളിയിലാണ് ജീരകക്കഞ്ഞി വളരെ ഫേമസ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മലബാർ സൈഡിലാണ് അധികവും ജീരകക്കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കുറവാണ് ശരിക്കും പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂർ സൈഡിലൊക്കെ ജീരകക്കഞ്ഞി എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നോമ്പിന്. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ നെല്ലുകുത്തിയ പച്ചരി, അതായത് നമ്മൾ പായസ റൈസ് എന്നൊക്കെ പറഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ഉള്ളത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അരി അതിലൊന്ന് കിടന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ അരിയപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇങ്ങനെ വേവിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. എനിക്ക് കുറച്ചും കൂടിയും എനിക്കിഷ്ടം എന്തോ കുക്കറിലടിക്കുന്നതിനെക്കാട്ടും ഇതാണ്. ചിലർക്ക് ഇഷ്ടം കുക്കറിലടിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ അരിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്, തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം കുറച്ച് അരച്ചിട്ട് ചേർക്കണം. അടുത്തതായിട്ട് കുറച്ച് നാളികേരം അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നാളികേരം വേണം, ചെറിയുള്ളി വേണം, 2 വേപ്പില വേണം, കുറച്ച് പച്ചമല്ലി വേണം, ജീരകം വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. അത് ചിലർ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും, ചിലർ ചതച്ച പോലെ എടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയത്തിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് ചെറിയ ഇളം ചൂടുള്ള വെള്ളം നമ്മൾ എടുത്തിട്ട് അതും കൂടി ഒന്ന് അതിലൊഴിച്ച് മിക്സാക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത്, അതായത് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിട്ട് അരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അരപ്പിൽ മാത്രമാണ് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കഞ്ഞിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കഞ്ഞിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇത് തിളക്കാൻ പാടില്ല. നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാവാനായിട്ട് പാടുള്ളൂ. ഇപ്പം നമ്മുടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇതിൽ ചിലർ ഉള്ളി താളിച്ചിട്ട് ഒഴിക്കും, ചിലർ ഇതുപോലെ തന്നെ കുടിക്കാറുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഉള്ളി താളിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി താളിച്ച് ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ഉള്ളി ഇതിലേക്ക് താളിച്ച് ഒഴിക്കുന്നുണ്ട്. ഉള്ളി താളിച്ച് ഒഴിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അത് കഞ്ഞി പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീരകക്കഞ്ഞി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. അതുപോലെ ഈ ഒരു കഞ്ഞിയുടെ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം.
പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.